അനുഭവം പറയണേനോ? ആ ഫീസൊക്കെ നിങ്ങൾ തന്നോളൂ വേണമെങ്കിൽ, എനിക്ക് വിരോധമൊന്നുമില്ല. തരണോണ്ടൊന്നും വിരോധമില്ല. ഞാൻ ഫീസൊന്നുമില്ല. ആ ആ ആ ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെയായിട്ട് ഫീസ് തരണം തോന്നുകയാണെങ്കിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുമില്ല. 2 ലക്ഷം 3 ലക്ഷം തരാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അല്ല എനിക്കില്ല അല്ല സാർ. അല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പറയാം. ഞാൻ ഇപ്പം ഇൻകം ടാക്സ് പരിധിയിലൊന്നും അല്ല. ഞാനങ്ങ് ചോദിച്ചെന്നുള്ളൂ. എന്നോട് 2-3 പേര് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഒന്നുമില്ല. ആ ആ ആ ഞാനിങ്ങനെ എൻ്റെ ബാല്യകാലം തൊട്ടേ ഇങ്ങനെ ഒരു ദൈവവിശ്വാസിയാണേ. ആ എൻ്റെ ചോദ്യനാളാണ്. അപ്പൊ ഞാൻ ചെറുതിലെ ഇങ്ങനെ എന്റെ സ്വപ്നം കാണുമായിരുന്നു, ഇങ്ങനെ നരസിംഹമൂർത്തി ഇങ്ങനെ ഇരിക്കുന്നതും കുറെ ചുറ്റും ഇങ്ങനെ കുറെ നവഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ട് ഇങ്ങനെ ചെറുതിലെ ഇങ്ങനെ സ്വപ്നം കാണാം. അപ്പൊ എനിക്ക് ഈ ദൈവിക കാര്യങ്ങളും അതിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അമ്മച്ചിക്കും അങ്ങനെയൊന്നും അറിയില്ല. വിളക്ക് വെക്കും, നാമം ജപിക്കും, അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് നാമം ജപിക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. ചെറുപ്പം മുതലേ ഉണ്ട് അല്ലേ? അതെ അതെ. പിന്നെ ശ്രീരാമന്റെയും സീതാദേവിയുടെ ഒക്കെ കഥ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ സ്കൂളിലൂടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. ഞാൻ അമ്മയോടൊന്നും ചോദിക്കാറില്ല, കാരണം അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മയൊന്നും കാരണവന്മാര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലേ അമ്മമാർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മമാർക്ക് അറിയാൻ പറ്റിയാണ് അവർക്കും അവരുടെ തലമുറകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഒരു ദിവസം ഞാനിങ്ങനെ എന്റെ വീട്ടിലിങ്ങനെ ചെറുതിലെ ഒരു 6ൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാനിങ്ങനെ ഇരിക്കുമ്പോ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടിൽ ചേച്ചി ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കും. ഞങ്ങൾ മലങ്കര എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. നല്ല മൊത്തം ഇങ്ങനെ ഈ നിരന്നുള്ള വീടുകളാണ്. അതിൽ ഓരോ റൂമുകളാണ് ഓരോരുത്തർക്ക്. എന്റെ അച്ഛനും അമ്മച്ചിക്കും അവിടെ റബ്ബർ വെട്ടായിരുന്നു. ഞങ്ങൾ 8 മക്കളാണ്. അതില് 3 പെണ്ണും 5 ആണും. എന്നിട്ട് ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ഞാനും അടുത്ത് പോയിരുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തരും. ഇപ്പൊ സീതയുടെയും രാമന്റെയും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എനിക്ക് എവിടെ ദൈവിക കാര്യങ്ങൾ പറയുന്നുണ്ടോ പെട്ടെന്ന് എന്റെ ചെവി അവിടെ പിടിച്ചു നിർത്തും. പെട്ടെന്ന് എനിക്ക്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. ആ അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി അത് പൂർത്തീകരിച്ച് പറഞ്ഞില്ല, എങ്കിലും ഒരു സമയം ഏകദേശം ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കുറെയൊക്കെ ഞാൻ കേട്ടു. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഒഴുകി വരുന്നതും ഇങ്ങനെ ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ട് പോകുന്നതും ശിവൻ ആരാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ശിവസ്വാമിയുടെ ഒരു ഭക്തയാണ്. ശിവസ്വാമിനെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശിവസ്വാമി. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ സ്വാമിനെ ശരിക്കും ഞാൻ ഇങ്ങനെ ഇവിടെ എന്റെ വീട്ടിൽ വന്നേ പിന്നെ അവിടെ ആനിക്കാട് ശിവക്ഷേത്രം ഉണ്ട്, അവിടെ ഇങ്ങനെ പോയി അങ്ങനെയാണ് കൂടുതൽ സ്വാമിയോട് എനിക്കൊരു കൂടുതലൊരു ഇത് വന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞു. കല്യാണം കഴിച്ചു വിട്ടു. വീട്ടിലൊരു ചെറിയൊരു ഓല വീടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും അടങ്ങിയ ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ അപ്പൊ ചേട്ടന്മാര് പണിക്കൊക്കെ പോകുമ്പോൾ അവരുടെ കുട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ട് ആക്കി വെച്ചാ പോകുന്നത്, അമ്മ അച്ഛനൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ പുറവശത്തൂടെ നമ്മുടെ വീട്ടിലെ അച്ഛൻ പുറത്തൂടെ ഇങ്ങനെ കയറി മുകളിലേക്ക് പോവുക. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അച്ഛൻ കുറച്ചു നേരം ആയല്ലോ മുകളിലേക്ക് കയറി പോയിട്ട് തന്നെ ഇറങ്ങി വരാത്തേന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ വീടിന്റെ മുകളിലായിട്ട് ഒരു ഇല്ലിയുണ്ട്. ആ ഇല്ലിയുടെ ഭാഗത്തേക്കാണ് അച്ഛൻ കയറി പോകുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ വിചാരിച്ചല്ലേ ഇല്ലി വെട്ടാൻ പോയതായിരിക്കും എന്ന് വിചാരിച്ചത്. ഞാൻ വേണ്ടിയില്ല. അപ്പൊ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും, അപ്പൻ പണിക്ക് പോയേക്കുന്ന അപ്പൻ എങ്ങനെയാ ഇവിടെ വരുന്നത്, ഇത്തിരി ദൂരേക്കല്ലേ പണിക്ക് പോയേക്കുന്നത്, നമ്മുടെ വീടിന്റെ അവിടുന്ന് കുറച്ച് താഴെ ഒരു 100 മീറ്റർ താഴേക്ക് പോകണം. അപ്പൊ അന്നേരം ജോലിക്ക് പോയിരിക്കണം അല്ലേ? അതെ 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 അതെ. അപ്പൊ മുകളിലേക്ക് പോണതാണ് അല്ലേ? നമ്മുടെ വീടിന്റെ പുറവശത്തെ മിറ്റം ഒരു ചെറിയ മിറ്റാണ്. പിന്നെ അങ്ങോട്ട് പാറകളും മരങ്ങളൊക്കെ ആയിട്ടാണ് വീടിന്റെ പറമ്പ് തന്നെയാ. അപ്പൊ ആ വീടിന്റെ അതിർത്തിയിലാണ് ഈ ഒരു ഇല്ലി നിൽക്കുന്നത്. അപ്പൊ ആ ഇല്ലിയുടെ അവിടെ വലിയൊരു പാറ. അപ്പൊ അവിടെ കയറി ഇരിക്കാനൊക്കെ പറ്റും. അപ്പൊ എന്റെ മനസ്സിൽ അപ്പൻ അങ്ങോട്ട് ഇല്ലി വല്ലതും നോക്കാൻ പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് തോന്നിയത് അപ്പനൊന്നും അല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കൊക്കെ നോക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീടിന്റെ പുറവശത്തൂടെ പോകുമ്പോൾ നമ്മൾ ആരായാലും നോക്കുള്ളൂ, അവിടെ വേറെ ആരും ഒന്നും ഇല്ല. ആ ഏരിയയിൽ അങ്ങനെ ആരും ഇല്ലാതെ ആൾക്കാരൊക്കെ പറമ്പ് മേടിച്ചിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ പറമ്പ് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് കാണത്തില്ല, കാരണം ഒരു ഇത്തിരി പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അന്നേരം അമ്മ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ആര് എതിലേ പോയാലും ആരുടെ പുറകെ പോവുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം എന്റെ മനസ്സിലൊന്നും തോന്നിയില്ല, ഇല്ല അമ്മയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിച്ച് മിറ്റത്ത് നിന്ന് അമ്മയുടെ പേര് തങ്കേന്നാണ്. അപ്പൊ തങ്കേന്ന് 3 വിളി കേട്ടു. 3 വിളി കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, പിള്ളേരൊക്കെ ഒച്ച എടുക്കണോ നോക്കിക്ക്, അമ്മേനെ മുമ്പത്ത് നിന്ന് വിളിക്കണോ, ആ ചേട്ടത്തി അമ്മ എന്താന്ന് നോക്കാത്ത എന്നാന്ന് ചോദിച്ചു. എവിടെയാടി എന്ന് ചോദിച്ചപ്പോ അമ്മ മുമ്പത്ത് നിന്ന് വിളിക്കണോ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചു ഞാൻ അവിടെ ആരെയും കണ്ടില്ല. അപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ അമ്മയുടെ സ്വരമാണ് ഞാൻ കേട്ടത്. ഒരു ക്രിസ്ത്യൻസ് ആണ്.
അപ്പൊ വീട്ടിലെ അമ്മ പറഞ്ഞു നിനക്ക് തോന്നിയത് അവിടെയൊന്നും ആരും വന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ വിളിക്കണേന്ന് പറഞ്ഞു. നീ ഇങ്ങനെ ഓരോന്നും കേട്ടും കണ്ടിരുന്നു, ആര് വിളിച്ചാലൊന്നും വിളി കേൾക്കരുത് കേട്ടോ, 3 വിളി കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ വിളി വരുമ്പോൾ കേൾക്കാവുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. അതെന്താമ്മ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ല. ഒത്തിരി പ്രായമുള്ള അമ്മയും അച്ഛനും നമുക്ക് ഒത്തിരി പ്രായമുള്ളവരായിരുന്നു. അപ്പൊ അവരുടെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അവിടെയാണെങ്കിലും വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ അന്നൊക്കെ അമ്മയാണ് വിളക്ക് വെക്കുന്നത്. അപ്പൊ അമ്മയുടെ അധികാരം നമുക്ക് കൈയടക്കാൻ പറ്റില്ലല്ലോ. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വേറെ മാറി, തൊട്ട് പറമ്പിൽ തന്നെ ഞങ്ങളൊരു ഷെഡ് കെട്ടി അങ്ങോട്ടേക്ക് മാറി. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ അകലേക്കൊക്കെ പണിക്കൊക്കെ പോണത്. അച്ഛന്റെ കഥ പറഞ്ഞില്ല, അച്ഛൻ മുകളിലേക്ക് പോണത് കണ്ടു, അത് പറഞ്ഞില്ല. ശരി, അച്ഛൻ മുകളിലേക്ക് പോണത് കണ്ടു. അച്ഛൻ പണിക്ക് പോയിരുന്നു. അച്ഛൻ കൃത്യം 6 മണിയായപ്പോ കയറി വരുവാണ്. സന്ധ്യ ആയപ്പോ അച്ഛൻ കയറി വരിക, ജോലി കഴിഞ്ഞ് അച്ഛൻ കയറി വരുവാ. അപ്പൊ പോയത് വേറെ എന്തോ ആണ്. അമ്മയ്ക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അങ്ങനെ പോകുമ്പോ ആരെ പുറകെ പോവുകയോ വിളിക്കുകയോ ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞത്. കാണാതെ വിളിക്കരുത്. അച്ഛനെ പോലെ തന്നെ എനിക്ക് തോന്നിയതായിരിക്കും അച്ഛനല്ല. അമ്മയ്ക്കത് മനസ്സിലായി. അതുകൊണ്ട് അമ്മ അത് പറഞ്ഞു വന്ന് ഇനി മേലത് ആവർത്തിക്കരുത്. ആര് നമ്മുടെ പറമ്പിൽ കൂടി ആണെങ്കിലും എതിരെ ആണെങ്കിലും പോകുന്ന കണ്ടാല് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് സമാധാനം പറയുക, അല്ലാണ്ട് പുറകെ പോകരുത് എന്ന് അമ്മ പറഞ്ഞു തന്നു. അത് പിന്നെ അച്ഛൻ വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തോന്നിയതായിരിക്കും കൊച്ചെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതി. പിന്നെ പിന്നെ അങ്ങനെ അങ്ങ് തീർന്നു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മുടെ വഴിയിലൂടെ ഇങ്ങനെ പൂക്കുവരെ കൊണ്ട് അർദ്ധരാത്രി നോക്കുമ്പോൾ വിളക്ക് കത്തിച്ചൊക്കെ പോകുന്നത് കാണാം. ആരാ എന്താണെന്നൊന്നും ഇതുവരെ ആരും ഒന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് തന്നെ തോന്നി എനിക്ക് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് വ്രതങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണോ അതിനെക്കുറിച്ച് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ വ്രതങ്ങളൊക്കെ, അന്ന് നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ വ്രതങ്ങൾ എടുത്ത് ഞാൻ ഒരുപാട് മൗനവ്രതം. അപ്പൊ ഞാൻ മൗനവ്രതം എടുക്കുന്ന സമയത്ത് ഞാൻ പറയും, ദൈവമേ ആരും കയറി വരില്ലേ, ആരും കയറി വന്ന് വിളിക്കല്ലേ, വിളിച്ചാൽ എൻ്റെ മൗനവ്രതം മുടങ്ങുമല്ലോ. അപ്പൊ ആരോടും അറിയാതെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കെട്ടിയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭ്രാന്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അകത്ത് കയറി ഇരുന്ന് വിളക്ക് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കും. പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് ഒത്തിരി സമയം കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ എൻ്റെ ചുറ്റും ഇങ്ങനെ ഒത്തിരി കുട്ടികൾ ഇരിക്കുന്നതും ഒരു ഭയങ്കര ഒരു ചടങ്ങോട് കൂടിയൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പൊ എനിക്ക് എഴുന്നേക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഉണർന്നു കിടക്കുക. പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്ക് എഴുന്നേക്കാം. പക്ഷെ നമുക്ക് നല്ല ബോധമുണ്ട്. എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ആരെങ്കിലും വന്നൊന്ന് കഥകയിലൊന്ന് മുട്ടിയായിരുന്നെങ്കിൽ ഞാനൊന്ന് ഉണർന്നു വന്നേനായിരുന്നു. എനിക്ക് ഉണരാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്തിട്ട് എനിക്ക് ഉണരാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്ന് കഥകിലേക്ക് മുട്ടി എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ പേര് വിളിച്ചു. അപ്പൊ ഞാൻ അയ്യോ ചേർത്തിയാണല്ലോ, അടുത്ത വീട്ടിലെ ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുതും. അപ്പൊ എനിക്ക് ഉണർന്ന് ഞാൻ എഴുന്നേറ്റു. ഭഗവാനെ സന്ധ്യ സമയം കഴിഞ്ഞു, എന്നാലും ഒരു 5 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ മൗനവ്രതത്തിലായിരിക്കും, ഇനി അവർ വന്ന് വിളിക്കുകയും ചെയ്തു. ഞാൻ എന്താ സംസാരിക്കണേ, ഞാൻ സംസാരിക്കാൻ പോവുകയാണ്, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെന്ന് പറഞ്ഞ് ഞാൻ വാതിൽ തുറന്നു. അപ്പൊ ഞാൻ വിളക്കൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റി വെച്ചു. ഞാൻ ഉറങ്ങിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ അവർ കയറി വന്നു, കുറെ വർത്താനമൊക്കെ പറഞ്ഞ് അവർക്ക് ചായയും കൊടുത്തു. അവരങ്ങ് പോയി. അങ്ങനെ ആ കഥയങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ചക്കുളത്തുകാവിലെ ഒരു പുസ്തകം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി പുസ്തകം വായിക്കുന്നു. ആ പുസ്തകം അപ്പടി അവസര നിലയിലായൊരു പുസ്തകമാണ്. ഞാനെങ്കിലും ഭൂതം പൊന്നു കാക്കുന്ന പോലെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ആ പുസ്തകം കൊണ്ടുനടന്ന പുസ്തകത്തിനെ കാണാപ്പാടം പോലെ അതിനകത്തുള്ള ആദ്യത്തെ കുറെ പ്രാർത്ഥനകളുണ്ട്. ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ഏത് സമയത്തും എനിക്ക് ആ നാമം ചൊല്ലാൻ പറ്റും. ഞാൻ എപ്പോഴും ആ ഒരു നാമം ചൊല്ലും. മൊത്തം എപ്പോഴാണെങ്കിലും നടക്കുന്ന വഴിയിലും ഇരിക്കുന്ന വഴിയിലും വീട്ടിൽ ജോലിയാണെങ്കിലും വെള്ളം കൊണ്ടുവരുവാണെങ്കിലും ഒക്കെ ഞാനത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഒരു നല്ല ഈ മണന്ന വിളക്ക് ഇങ്ങനെ കത്തിച്ച് ഞാൻ കട്ടിലിന്റെ പടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വായിച്ചെടുക്കുന്നത്. ഇങ്ങനെ വായിച്ച് ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണുവാണ്. സ്വപ്നം കണ്ടിങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്ന് അതിന് മുമ്പാണെങ്കിൽ ഈ ഞെട്ടി ഉണരുന്ന അവന്റെ 2 ആഴ്ച മുമ്പ് എന്റെ വീടിന്റെ മുറ്റത്തൂടെ, അതായത് എന്റെ വീടിന്റെ മുറ്റത്തിന് താഴെയായിട്ട് ഒരു റോഡാണ്. റോഡ് നമ്മളെ ആൾക്കാരൊക്കെ നടക്കുന്ന ഒരു വഴി, മണ്ണ് വഴിയാണ്. അപ്പൊ ആ വഴിയിലൂടെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഒരു അമ്മ താഴേന്ന് കയറി വരുന്നത്. അപ്പൊ എന്റെ അമ്മച്ചിയാന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ താഴേന്ന് നോക്കുമ്പോ ഇത് അമ്മച്ചിയാണല്ലോ വരുന്നത്. ഒന്നും കറിയൊന്നും ഇല്ലല്ലോ, അത് എന്ത് ചെയ്യും, ഉള്ളത് കുട്ടിയൊക്കെ കൊടുക്കാം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നു. ചാക്ക മറന്ന് ഓർക്കും ഒരിക്കലും അമ്മച്ചി അങ്ങനെ വരാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ സമയം കിട്ടി വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അടുത്തേക്ക് വരുന്നതോറും ആള് മാറി.
ആള് അമ്മച്ചി അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറമ്പ് മേടിച്ചിട്ടേക്കണാറ് ആ വഴിക്ക് ആരും പോവുകയില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് ആരാ പോലും ഞാൻ അറിയില്ലല്ലോ, അറിയില്ലാത്തൊരു അമ്മയാണല്ലോ, സാരിയൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ കയറി വരുവാണ്. കയറി നമ്മളേക്ക് ഞാൻ മുറ്റത്തിന്റെ സൈഡിലേക്ക് നീങ്ങുന്ന ഒരു മതിൽ പോലെയാണ്, ആ മതിലിന്റെ സൈഡിലേക്ക് ഞാൻ നീങ്ങുന്നപ്പോൾ ഞാൻ എന്തായാലും ചോദിക്കാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുക, ഒരു അമ്മയാണല്ലോ ചോദിക്കുക എന്ന് കരുതി ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ നേരേക്കാണ് നോട്ടം, ദൃഷ്ടി മറയാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു ഭയങ്കര ഗൗരവ, ഉച്ച സമയമാണ്, ഭയങ്കര ഗൗരവം. അപ്പൊ എനിക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാവില്ല, എന്നെ ഇങ്ങനെ നോക്കുന്ന, ഈ വഴിക്ക് ആരും പോകാറില്ലല്ലോ, എന്താണ് ഉദ്ദേശം? എന്റെ മനസ്സിൽ പല ചിന്തകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഈ എന്താന്ന് ചോദിച്ചു. പറഞ്ഞു എന്താ എനിക്ക് ഈ വഴി പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടില്ല. അപ്പൊ ദേഷ്യപാത്രത്തിലാ ചോദിച്ചു. അപ്പൊ മിണ്ടാൻ പാടില്ല ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു ഇത് മുകളിലേക്ക് കയറിപ്പോയി. മുകളിലേക്ക് കയറിപ്പോയപ്പോ എന്റെ മനസ്സിൽ വേഗം കുരിശിട്ട് വന്നു, എന്തായാലും ഞാൻ കണ്ടുപിടിക്കും, എന്നോട് മിണ്ടാനായിട്ട് ദേഷ്യമല്ലേ, എങ്ങോട്ടാ പോണേന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇതിന്റെ പുറകെ ചെന്ന് മുകളിലേക്ക് കയറുന്ന മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. എങ്ങോട്ടാ മറിഞ്ഞതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ എല്ലാം പോയി നോക്കി. നമുക്ക് കാണാം മുകളിലേക്ക് കയറി കഴിയുമ്പോൾ താഴേക്ക് കുറെ വഴികളാണ്, നമുക്ക് ഈ വഴിയിലൂടെ എങ്ങോട്ട് പോയാലും കാടാണ്, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അതായാലും ഞാൻ അവിടെ കാടിന്റെ അവിടെയൊക്കെ നോക്കി, ഇനി വല്ലയിടത്തും കയറി ഇരിക്കുവാണോ, ആരാ എന്താണെന്ന് അറിയില്ലല്ലോ, ഒന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലായിടത്തും നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഇല്ല എന്നാ എന്റെ മനസ്സിൽ തോന്നിയതായിരിക്കും, എന്താണെന്ന് അറിയില്ല, കയറി പോരാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കയറി വീട്ടിൽ വന്നിരുന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നെ ഓർത്തു വേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും പ്രാർത്ഥനയിൽ കയറി. 3-ാം ദിവസം അതേ ഭാവം അതേ രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ വീടിന്റെ താഴേന്ന് അങ്ങ് കയറി വരുമോ താഴെ. അപ്പൊ കുറെ ചേച്ചിമാർ അവിടെ പൈപ്പിൽ വെള്ളം എടുക്കുന്ന ചേച്ചിമാരുടെ ഇടയിലൂടെയാണ് ഈ അമ്മ കയറി വരുന്നത്. അപ്പൊ ഞാനും അമ്മയുടെ അവരൊന്നും കാണുന്നില്ല അല്ലേ? ഇല്ല അവരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നു, 2-3 തുണി അലക്കുന്നു, ഇങ്ങനെ കുറച്ച് തുണി അലക്കിട്ട് മാറി നിൽക്കുന്നു. ഇവരുടെ ഇടയിലൂടെയാണ് അമ്മ കയറി വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ കാണാം, ഞാൻ അമ്മയുടെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പൊ അമ്മ അന്ന് എന്നെ പറ്റിച്ചു, ഇന്ന് എന്നെ പറ്റിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ മിണ്ടുന്നില്ല, എനിക്ക് പേടി അങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ദേഷ്യ ഭാവമാണ്. എന്നിട്ട് എന്നെ ദൃഷ്ടി പറയാതെ നോക്കിയിട്ട് എന്റെ മുമ്പേ കയറിപ്പോയപ്പോ പിന്നെ എനിക്ക് മുഖഭാവം കാണാൻ പറ്റില്ലല്ലോ. എങ്കിലും ഞാൻ പുറകെ ചെന്ന് തിരിഞ്ഞൊന്ന് നോക്കിയൊന്നുമില്ല. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 30 മീറ്ററോളം ഉണ്ട്. അത് അത്ര കയറി പോരുന്ന വഴി തന്നെ ഞാനും പോകുന്നു. ഞാൻ വേഗം എൻ്റെ കയ്യിലിരുന്ന വെള്ളം അവിടെ വെച്ചിട്ട് ഞാൻ പുറകെ ചെന്നിട്ട് എനിക്ക് കാണാൻ പറ്റും, ആളെ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു. പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടി ചെന്നിട്ട് അവിടെ തന്നെ ഞാൻ അന്തം വിട്ടു. നിങ്ങൾ എന്താണ് ഭഗവാനെ ഞാനിങ്ങനെ കാണുന്നത്, എൻ്റെ ഉദ്ദേശം ഇത് ആരായിരിക്കുമോ, എന്തായിരിക്കുമോ, എങ്ങോട്ടാണോ പോയെന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു മനസ്സിൽ വേറെ ഒരു ചിന്ത എന്റെ മനസ്സിലില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയും വരുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പം അന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഈ സ്വപ്നം കാണുന്നത്. ഞാൻ പറഞ്ഞു നിർത്തിയതിൻ്റെ ഇടയ്ക്കാണ് ഇത് പറഞ്ഞത്. അന്ന് വൈകുന്നേരമാണ് ഈ സ്വപ്നം കാണുന്നത്. ആ പുസ്തകം വായിച്ച് കിടന്ന സമയത്ത് ഒരു 12 മണി ആവുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ വിളക്ക് കത്തിയിരിക്കുന്നു. ഭഗവാനെ, ഈ വിളക്കെങ്ങാനും തട്ടി വീണെങ്കിൽ ഞാൻ മൊത്തം കത്തിപ്പോയെന്നല്ലോ എന്ന് പറഞ്ഞ് ഈ വിളക്കിനെ എടുത്ത് താഴേക്ക് വെച്ചിട്ട് ഈ പുസ്തകം അപ്പൊ ഒരു പുസ്തകത്തിലൊരു വചനം ഞാൻ കണ്ടു, നീ ഏത് സമയത്ത് എന്റെ നാമം ജപിക്കുന്നുവോ ആ സമയത്ത് ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷയാണെന്ന് 3 രൂപങ്ങളും പറഞ്ഞു. ആ രൂപം എന്റെ മനസ്സിൽ മറന്നുപോയി. അപ്പൊ തന്നെ മറന്നുപോയി എന്റെ മനസ്സിലെ രൂപം. അങ്ങനെ ഒരു മനുഷ്യരൂപം, പിന്നെ മറ്റൊരു രൂപത്തിന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ പുസ്തകം എടുത്തിങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ പുസ്തകം എടുത്തു നോക്കി. പുസ്തകത്തിൽ അതേ വചനം ഞാൻ കണ്ടു. അതേ വചനം കണ്ടിട്ട് 2 പ്രാവശ്യം നോക്കി. 2 പ്രാവശ്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി 2 പ്രാവശ്യം, ഞാൻ ഇതുവരെ ഈ വചനം കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ എങ്ങനെ ഇത് കാണാൻ പറ്റിയത് എന്നും പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് ഞാനിത് മടക്കി വെച്ചിട്ട് ഞാൻ ചാടി മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ഞാൻ ഈ അമ്മേനെ കണ്ടതും ഈ അമ്മയാണ്, ചക്കുളത്തുകാവിലെ അമ്മയാണെന്നും എനിക്ക് ബോധ്യമായി. പിന്നെ എന്റെ മനസ്സിൽ കൂടെ ഭയങ്കര സങ്കടം കൂടിയാണ്, പിന്നെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ്. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല പൂവും നിലാവ്, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുവാണ്. ആ ഒരു പ്രകൃതി എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു പ്രകൃതിയായിരുന്നു. 12 മണി സമയത്ത് അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ആ പരിസരത്ത് ഞാൻ കണ്ടത്. ഞാനിത് ഓർക്കും, ഇത് ആരോടാണ് പറയണത്, ഇത് എങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ എത്ര മനോഹരമാണ് ഇത് കാണാൻ പറഞ്ഞുകൊണ്ട് എന്റെ മേലെ ആ സ്ഥലം കുളിർന്നു കയറുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായില്ല. പിന്നെ എനിക്ക് ആ സന്തോഷങ്ങൾ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ എൻ്റെ അടുത്ത് വന്നോലും എൻ്റെ അമ്മയുടെ എനിക്കൊരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മേ, ഞാൻ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്, എനിക്ക് ഒത്തിരി പറയാനുണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം പിടിക്കും, 12 മണി സമയമാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല.